ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, കർത്താവ് നമുക്ക് തരുന്നതെല്ലാം വിലപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസത്തിൻ്റെ മണിക്കൂറുകളൊന്നും കളയാതെ വളരെ സജീവമായി നമുക്കിരിക്കാം, സജീവമായി പ്രവർത്തിക്കാം. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കർമ്മനിരതരായിരിക്കണം, ആക്റ്റീവായിരിക്കണം. നമ്മൾ വെറുതെ ഇരിക്കാൻ വിടരുത്. അത് ചെകുത്താൻ്റെ പണിപ്പുരയെ മാറും. അരസൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. അവൻ അവസരം കൊടുക്കരുത്. വെറുതെ കിട്ടുന്ന നിമിഷങ്ങളുണ്ടെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല സംഗീതം കേൾക്കുക, ശുഭകാര്യങ്ങൾ പറയുക. പാഴ്വാക്കുകൾ പറഞ്ഞ് മക്കളെ നേരം കളയണ്ട. വിധി ദിവസത്തിൽ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. വ്യക്തമായ വാക്കുകൾ അതൊന്നും വേണ്ട. നല്ല നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിവ് കൊടുക്കുമ്പോൾ നല്ല ബോധ്യം തന്നെ കൊടുക്കുക. അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. തെറ്റായ ബോധ്യം നമ്മൾ ആരിലേക്കും കൊടുക്കണ്ട. അത് പ്രഭാഷകനിൽ പറയുന്നില്ലേ, അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുത്. കുറെ പറയുക എന്നുള്ളതല്ല. വിവേകികൾ എപ്പോഴും വാക്കുകൾ തൂക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഭോഷനോ മറ്റുള്ളവർ പറഞ്ഞു തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അന്യരുടെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാ ഭോഷര് ചെയ്യുന്നത്. പ്രഭാഷകൻ 21:25 പറയുന്നു, ഭോഷൻ അന്യരുടെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, വിവേകി അളന്നു തൂക്കി സംസാരിക്കുന്നു. നമുക്ക് നമ്മുടെ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്താം. അളന്നു തൂക്കി സംസാരിക്കാം. പറയുന്നത് നല്ല കാര്യങ്ങളാവട്ടെ, ശുഭവാർത്തകളാവട്ടെ, ശുഭകാര്യങ്ങൾ സംസാരിച്ച്, സുവിശേഷങ്ങൾ സംസാരിച്ച് നല്ല നല്ല വ്യക്തിത്വത്തിനുടമയാകാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.